സോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വ്ളോഗാണ്. നമ്മളിന്ന് ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 സമയമായിട്ടുണ്ട്. നമ്മൾ മാഗി ഉണ്ടാക്കുകയാണ്. നമ്മൾ മാഗി കാരണം രാവിലെ എണീറ്റിട്ട് ഒരു 5-4:30 ആവുന്ന സമയത്ത് നമുക്ക് കളിക്കാൻ പോകണം. അപ്പോൾ അതിന് എനർജി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ മാഗി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഏകദേശം 3:30 കഴിഞ്ഞ് 3:45 കഴിഞ്ഞിട്ടോ. ഇത് കഴിച്ചിട്ട് നമുക്കിന്ന് കളിക്കാൻ പോകണം. പാട് നോക്ക്, ആര് കേൾക്കില്ലല്ലോ, പാട് നോക്ക്. കൊണ്ട് സ്നേഹം നീട്ടി തന്നതോ ഹലോ ഗേസ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയുടെ ബാക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു. നമുക്ക് ഏകദേശം ആദ്യം ഈ വണ്ടി എടുക്കണോടാ, നമ്മളെ ഷെൽഫിൽ നിന്ന് നമുക്ക് ഈ വണ്ടി എടുക്കണോ? പക്ഷേ രാവിലെ നമുക്കല്ലേ കാറ്റ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട. തൽക്കാലം നമുക്ക് നമ്മളെ ചെറിയ വണ്ടി നമ്മളെ വണ്ടി എടുക്കാം. കേസ് നമ്മൾ മിനി കൂപ്പർ. ചാവിയുടെ ചാവിയുടെ ഉള്ളതൊന്നും ചിലപ്പോൾ ഇതൊക്കെ കാണിച്ചെടുക്കാൻ വേണ്ട, കട്ട് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മളെ വണ്ടി എല്ലാവരും കയറിട്ടോ. ഓക്കെ ഗായ്, കാണാം. മതി. അപ്പോൾ ഗൈസ്, നമുക്ക് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഓടാണ്ട് ബുക്കേർ എന്ന സ്ഥലത്തേക്ക്. നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ പുളിക്കുന്നതിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കാപ്പാട് വരെ പോകണ ഏകദേശം ദൂരമാണ്. നമ്മൾ രാവിലെ കളിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകണേ. അപ്പോൾ പക്ഷേ ഇവിടെ 35 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും ഇവിടെ എന്തുള്ളൂ ഒരു 25 മിനിറ്റാണ്. 35 കിലോമീറ്റർ 35 മിനിറ്റാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്ന ഒരു സമയം. അപ്പോൾ ഏകദേശം സമയം 5 മണി കഴിഞ്ഞ് നമ്മളൊരു 5:45 ആകുമ്പോൾ ഗ്രൗണ്ടിലെത്തും. ഓക്കെ, ടൈമൊക്കെ കാണിച്ചു കൊടുക്കും. തെറ്റല്ലേ? എന്ത് പാട്ടാ? നമ്മുടെ മുത്തപ്പൻ നമ്മൾ കൂട്ടിയാണ്. മുത്തപ്പൻ നമ്മള് മെയിൻ പ്ലെയർ ആട്ടോ, ഓൾറൗണ്ടർ, ബാറ്റ്സ്മാൻ ആൻഡ് ബോളർ. മുത്തപ്പനെയും കൂട്ടിയിട്ട് ഇനി നമുക്ക് നേരെ ബുക്കേറിലേക്ക് പോകാം. ഓക്കെ, എടുത്തു ഭാഗത്ത് നോക്ക്. അവിടെ നമ്മള് തുമാമ സ്റ്റേഡിയം, ഫിഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് തുമാമ സ്റ്റേഡിയം. ഒരു തൊപ്പി ആകൃതിയിൽ ഉള്ള ഒരു സ്റ്റേഡിയം ആണ്. വ്യൂ അല്ലേ? വ്യൂ. ഈ ബീജിയം നടന്നു അറബിക് ടച്ച് അല്ലേ? അപ്പോ റെഡ് സിഗ്നലാണ് ഇപ്പോൾ ഉള്ളത്. ഇതവനെ കളിക്കാൻ ഇന്ത്യയിലല്ല, റാഫിയ. അടുത്ത പ്ലേ എന്തെങ്കിലും അല്ലേ? അടുത്ത ഡ്രീം എന്താ? നാട്ടിലൊന്ന് പോകണം. ഇത്രാസിനോട് റൂമിന്റെ പൈസ മോനെ ഇറങ്ങിക്കോ മതി. തല ചെങ്ങായി ഓണാക്കി ഇവിടെ തല ശരിയായ കുറച്ച് നേരം കൊണ്ടൊക്കെ മതിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡേ വീക്കെൻഡായിട്ട് നൈറ്റ് ഒന്ന് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് ഈ നൈറ്റ് ഔട്ടിങ് നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലായിട്ടുള്ളത്. നമ്മൾ ഖത്തർമാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ റീചാർജ് ചെയ്യാനുള്ള കാർഡ്. അപ്പോൾ റീചാർജ് ചെയ്യാനുള്ള കാർഡ് നമ്മൾ ഇതിലിട്ട് ഇതിലിപ്പോൾ ഏകദേശം നമ്മളെ കാർഡിൽ 2 റിയാലുള്ളത്. ടോപ്പപ്പ് കാർഡ് 10 റിയാൽ.
ഹലോ ഗീസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാൾ ഓഫ് ഖത്തറിലാണ്. മാൾ ഓഫ് ഖത്തറിൽ നമ്മളിപ്പോൾ നേരത്തെ എത്തി. നമ്മളിങ്ങനെ നൈക്കിൻ്റെയും അഡിഡാസ്, റീഫ്, പെർഫ്യൂംസ്, പിന്നെ അവിടെ ന്യൂ ബാലൻസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പർച്ചേസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കൂടെ ബിലാലുണ്ട്, ഇതിവിടെ റാഫി, ഒറിജിനലടാ എനിക്ക് ഗൈസ്, ഒറിജിനൽ നമ്മുടെ ഒറിജിനൽ മാത്രമേ കിട്ടൂ. ഇതിൻ്റെ ബൂട്ടാകുമ്പോൾ ഷെഡ് ഉണ്ടാവില്ലേ? ഇത് വേഗം പണിയാവൂലേ? ചെറിയ ചിഹ്ന അവിടെ വേണ്ട. ചെക്കന്മാർ ഇതുവരെ കയറിയതൊക്കെ വുമൺസിൻ്റെ ഫിറ്റ് റൂമിലാണ്. ഇതുവരെ ഇവനൊക്കെ കയറിയത്. വുമൺസിൻ്റെ ഫിറ്റിംഗ് റൂമിൽ നിന്ന്, അഡിഡാസിൻ്റെ വുമൺസിൻ്റെ ഫിറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്താ വില പെണ്ണുങ്ങളതിലാണ് കയറണേ. നമ്മളെ സാമ്പൻ്റെ ഒക്കെ സാമ്പൻ്റെ ഷൂവിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് ഏകദേശം 500 റിയാലിൻ്റെ അടുത്ത്, 12,000 രൂപ. നാട്ടിലാണെങ്കിൽ 1000 രൂപയ്ക്ക് ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി ഇല്ല, കോപ്പിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഡൽഹിയിൽ 200 റിയാൽ 300 റിയാൽ സെയിം സാധനം. ചെക്കൻ ഇതുവരെ ഓക്കെയോ? നമ്മളെ ചെക്കൻ എന്താക്കുന്നത് അഡിഡാസിൻ്റെ ഇത് എത്രയാണോ? ചെറിയ റേറ്റ് ആണല്ലോ. ഫിറ്റിങ്സ് റെഡി അല്ലേ? സോ ഗായ്സ്, നമ്മളിങ്ങനെ മെക്കുന്നൊരു ഓർഡർ ചെയ്ത് ബർഗർ, ബർഗർ ചിക്കൻ മാക്ക്. എൻ്റെ വക ചെക്കന്മാർക്ക് ഒരു മാക്ക് ഒരു ബർഗറാണോ ഓപ്പൺ ചെയ്യണ. എൻ്റെ വക നിങ്ങൾക്ക് നമ്മളങ്ങനെ ബാക്കിയുള്ളവർ സന്തോഷിക്കാന്നുള്ളൂ. നമ്മുടെ എന്താ വാനില ഐസ്ക്രീം റാഫിൻ്റെ ഫോണിൽ എടുത്താൽ അതിനെ പോർട്രേറ്റ് നോക്കണ്ട. വാനില ഐസ്ക്രീം ഇതിനാലും പറ്റടി. എന്താ അഭിപ്രായം? രസമുണ്ടോ? ഇതാണ് നമ്മളെ മാക്കിൻ്റെ ചിക്കൻ മാക്ക് ബർഗർ. ഓക്കെ, രസമാണ്. സാധനം കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞത്. ഇതാണ്ട് ഇവിടെ മാൾ ഓഫ് ഖത്തറിൽ പരസ്യം കൊടുക്കുന്ന 7 ലാൻ പരസ്യം കൊടുക്കാനുള്ള TV.